മക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമ്മൾ 8ാം ക്ലാസ് അറബിക്ക് 1ാം പാദഭാഷ പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ഷോർട്സ് ഇട്ടിരുന്നു. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഇതിൽ പറയും. ഓക്കെ, നമുക്ക് നോക്കാം. 1ാമത്തെ പ്രവർത്തനം കമ്മൽ ബിൽ മുനാസിബ് മിനൽ ഖൗസൈൻ. 1 മുതൽ 4 വരെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്നുള്ളതാണ്. ഇജ്തഹദ സൽമ അൻ ഫി ഹൽ ഹയാത്ത്. സൽമ പരിശ്രമിച്ചു ഫിൽ ഹയാത്ത് ജീവിതത്തിൽ. അൻ ആൻ അല്ലേ, ടു എന്നർത്ഥം. അപ്പോൾ അൻ വന്നു കഴിഞ്ഞാൽ നവാസിബ് എന്താണ് തതഫവ്വഖ അല്ലേ, ഏതാ ശരി? ഗേൾ ആയതുകൊണ്ട് തതഫവ്വഖ. അൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ ആ ഫതഹ് ഉള്ളതാണ് എഴുതാൻ പാടുള്ളൂ അല്ലേ. തതഫവ്വഖ എന്നതാ ശരി. നസഹൽ മുദരിസു അദ്ദാരിസ്. അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചു. അൻ യഖ്ദിമ തഖ്ദിമു അഖ്ദിമു. ഏതാ? അൽ ഉമ്മ. ഉമ്മയ്ക്ക് സേവനം ചെയ്യുവാൻ. ആൻ എന്നാണ് അല്ലേ, അൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഫതഹുള്ള നസ്ബുള്ള ഫേലാണ് എഴുതേണ്ടത്. അൻ യഖ്ദിമ ആണ് ശരി വരിക. പിന്നെ ഷരിബ ഡാഷ് അൽ മാ അൽ ഉമ്മു അത്തിഫുലു അദ്ദാരിസത്തു. ഏതാ ശരി? അത്തിഫിൽ. ഷരിബ എന്നുള്ളത് ഒരു കുട്ടിയാണ് അല്ലേ. ഉമ്മ വെക്കാനും പറ്റില്ല, ദാരിസത്ത് രണ്ടും ഗേളായതുകൊണ്ട് പറ്റില്ല. ഷരിബ ഗേളാവണമെങ്കിൽ ഇവിടെ എന്ത് വരണം? ഷരിബത്ത് എന്ന് വരണം. അടുത്തത് ഡാഷ് അൽ ഉമ്മു അത്വാം. ഉമ്മ തബഖത്ത് തബഖത്തു തബഖ. ഉമ്മ ഭക്ഷണം പാകം ചെയ്തു എന്നാണ് വേണ്ടത്. ഉമ്മയായതുകൊണ്ട് തബഖത്ത് ഒരാളേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇനി 2ാമത്തെ പ്രവർത്തനത്തിൽ 5 മുതൽ 7 3 ഉത്തരം എഴുതുക. അതിൽ എ ക്വസ്റ്റ്യൻ, എ ഓർ ബി ഉണ്ട്. അപ്പോൾ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇഖ്റഹ് തസ്രീഹ വഖ്തർ സത്രൻ മുനാസിബൻ ലഹു. ഇവിടെയുള്ളതിൽ എന്ത് ചെയ്യണം? അനുയോജ്യമായ, ഈ ആശയത്തിന് അനുയോജ്യമായ പദ്യവരി എഴുതണം. ലാ തകുൻ ശബആന വജാറുക ജുആൻ. നീ വയറ് നിറയ്ക്കരുത്, നിന്റെ അയൽവാസി എന്താണ്? ജുആൻ വിശപ്പുള്ളവനായിരിക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ ലാ ഖൈറ ഫീ മൻ യബീതുൽ ലൈല ഫീ ശബഇൻ വൽ ജാറു ഖദ് ബാത ജൂഅൻ ഖല്ല മദ്ജഉഹു അല്ലേ. അതേ അർത്ഥമാണ്. അവിടെ ജാറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അയാൾ വിശപ്പ് കടിച്ചമർത്തി ഉറങ്ങിയതാണ്. ഇതാണ് എഴുതേണ്ടത്. ഇത് ഫുള്ള് എഴുതണം കേട്ടോ, എങ്കിലേ ഉത്തരാവുള്ളൂ. പിന്നെ അത്ഇം ഫഖീറൻ അതൊന്നുമല്ല, ഇത്ആമു മിസ്കീനുമല്ല. ഇനി അതിൽ ഔ അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. ഇഖ്റ തസ്രീഹ വാജിബ് അൻ അസ്ഇൽതിലാത്ത്. ഈ പാരഗ്രാഫ് വായിച്ച് ഏതാണ് ഉത്തരം കൊടുക്കുക. അലൈക തഫഹമ സലാസ ഖുവാത്തിൻ കൈ തൻജഹ ഫിൽ ഹയ. ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ 3 സ്ട്രെങ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. 1 റഗ്ബ വൽ ഹിമ്മ വത്തഷൗഖ്. ഇത് 3 അല്ലേ. അപ്പം മാഹിയ സലാസു ഖുവാത്തിൻ ലിൽ ജനാഹി ഫിൽ ഹയാത്ത്. ജീവിതത്തിൽ വിജയിക്കാനുള്ള 3 സ്ട്രെങ്ത് എന്താണെന്ന് ഇതിൽ പറഞ്ഞല്ലോ അല്ലേ. ഇതാണ് ഉത്തരം വരുന്നത്, 3. തുമ്മ മൻ ഖാല ഹാദ തസ്രീഹ്. ഇതാരാണ് പറഞ്ഞത്? നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ദക്തൂർ APJ അബ്ദുൽ കലാം. അതെങ്ങനെ എഴുതണം? ദക്തൂർ APJ അബ്ദുൽ കലാം. സുമ. ഇനി 6ാമത്തെ എന്താണ്? സുൽബിൽ മുനാസിബ്. എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. മാ ഉൻ വജുഹുൻ ആദത്തുൻ ഹദിയത്തുൻ. അതിൻ്റെയൊക്കെ ജമ്മാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാ ഉൻ ജമ്മ് എന്താണ്? മാ ഉൻ ജമ്മ് മിയാഹ്, വജുഹുൻ ജമ്മ് വുജൂഹ്, ആദത്തുൻ ജമ്മ് ആദാത്ത്, ഹദിയത്തുൻ ജമ്മ് ഹദായ. ബിലാദില്ല. ഓക്കെ, അടുത്ത പ്രവർത്തനം ഔ അല്ലെങ്കിൽ ഇതിൽ 6 ബി ചെയ്താൽ മതി. ഉക്തുബ് കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ള എഴുതാൻ. അൽ മിസാൽ ബാബാനി അൽ ബൈത്തു ജമീലുൻ. അപ്പോൾ ഇവിടെ എന്താ ഈ കൂട്ടി എഴുതിയപ്പോൾ ബാബ അൽ ബൈത്തി ജമീലാനി. 2 ബാബുള്ളതുകൊണ്ട് ജമീലാനി എന്നായി അല്ലേ. ജമീലാനി 2 ജമീലാനി ആക്കണം. ബാബാനി എന്നുള്ളത് ബാബാന്ന് എഴുതാവൂ. അൽ ബൈത്തു അൽ ബൈത്തി എന്നാക്കണം. ഇത്രയാണ് ഇതിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കിതാബാനി അദ്ദാരിസു ജദീദുൻ. അപ്പം എന്ത് വരും? കിതാബ അദ്ദാരിസി ജദീദാനി എന്നാണ് ഇവിടെ. അടുത്തതോ മനാറത്താനി അൽ മസ്ജിദി
തൊവീലത്തുൻ. അപ്പൊ മനാറത്ത അൽ മസ്ജിദി തൊവീലത്താനി എന്നാണ് വരേണ്ടത്. അല്ല മക്കളെ, ഏതാ ഇതുപോലെ എഴുതാം. കിതാബ അദ്ദാരിസി ജദീദാനി മനാറത്ത അൽ മസ്ജിദി തൊവീലത്താനി. അടുത്ത പ്രവർത്തനം ലാഹിലു സൂറ സൂറത്തൽ ഹാലത്തി വഅദ് തഅലീഖൻ ലഹ. ഇവിടെ ഒരു സ്റ്റാറ്റസ് പിക്ചർ ഉണ്ട്, അതിനൊരു ക്യാപ്ഷൻ കൊടുക്കാനാണ്. എന്താ പറയുക, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ അമാമ മതാരി കൂഷിൻ അദ്ദുവലി അല്ലേ എന്ന് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം. ഇവിടെ പറഞ്ഞ ഇല മതാരി കൂഷിൻ അദ്ദുവലി, ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ഇനി ആ 8 മുതൽ 13 വരെയുള്ളതിൽ 6 ഉത്തരം എഴുതുക. ഉക്തുബ് സലാസ് ജുമലിൻ അൻ ഖിദമാത്തിൽ ഉമ്മഹാത്ത് ബിഇസ്തിയാനത്തിൻ നിഖാത്തി കമാഫിൽ മിസാൽ. ഉമ്മയെക്കുറിച്ച്, ഉമ്മയുടെ സേവനങ്ങളെക്കുറിച്ച് 3 സെന്റൻസ് എഴുതുക ഇതിലുള്ളതുപോലെ. ഒന്നാമത്തെ അൽ ഉമ്മ തുഹിബു അത്ഫാലഹ, ഉമ്മ മക്കളെ ഇഷ്ടപ്പെടുന്നു. പിന്നെ തുർലിഉ മുലയൂട്ടുന്നു, തുറബി വളർത്തുന്നു, തുഹിബു ഇഷ്ടപ്പെടുന്നു, തുഹിബു തുഅദ്ദിബു നല്ല ശീലമുള്ള, അതായത് അതബ് കൊടുക്കുന്നു, തുർഷിദു നിർദ്ദേശം എന്താണ് മാർഗനിർദ്ദേശം നൽകുന്നു, ത്വാം ഫുഡ്, ഹനൂൻ പ്രിയപ്പെട്ട. അപ്പൊ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം? അൽ ഉമ്മ തുഹിബു അത്ഫാലഹ, വേണമെങ്കിൽ അൽ ഉമ്മ തുർലിഉ അത്ഫാലഹ, അൽ ഉമ്മ തുറബി അത്ഫാലഹ, അൽ ഉമ്മ തുഅദ്ദിബു അത്ഫാലഹ, അൽ ഉമ്മ തുർഷിദു അത്ഫാലഹ. അങ്ങനെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. കുറച്ചും കൂടി നന്നാക്കി എഴുതാൻ എന്താ ഇവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അൽ ഉമ്മ തുർലി അൽ ഉമ്മ ഹനൂനുൻ അൽ ഉമ്മ തുർഷിദു അത്ഫാലഹ. അങ്ങനെ ഇത്രയും സെന്റൻസുകളുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. 9 എ അല്ലെങ്കിൽ ബി ആണ്. തർജുമില ലുഗത്തിക്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. തഗല്ലബ ഫൗസാൻ അല തഹദിയാത്തി ബിൽ ഹിമ്മ. എന്നതിനർത്ഥം ഫൗസാൻ വെല്ലുവിളികളെ ദൃഢനിശ്ചയം കൊണ്ട് നേരിട്ടു, മറികടന്നു. ആഷ ഫൗസാൻ മഅൽ ഉമ്മി ഫിൽ ഫഖീർ. ഫൗസാൻ ഉമ്മയോടൊപ്പം ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. സാറ ഫൗസാൻ സഫീർ അൽ ഹിന്ദ്. ഫൗസാൻ ഇന്ത്യയുടെ എന്തായി, സഫീർ എന്ന് വെച്ചാൽ അംബാസഡറായി. അതുണ്ടോ, ഫൗസാൻ മനക്കരുത്ത് കൊണ്ട് വെല്ലുവിളികൾ അതിജയിച്ചു. ഫൗസാൻ ഉമ്മയോടൊപ്പം ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. ഫൗസാൻ ഇന്ത്യയുടെ അംബാസഡറായി തീർന്നു. ഇനി 9 അല്ലെങ്കിൽ സാറ മുദീറുൽ മുഖാത്തബ ഫി മദ്രസതിക കമ്മിലിൽ ഹിവാറ ബൈനഹു വ ബൈന നാദറുൽ മദ്രസ. ജില്ലാ കളക്ടർ നിങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹവും നാദറുൽ മദ്രസ HM തമ്മിൽ നടന്ന ഹിവാർ എഴുതാനാണ്. നാദറുൽ മദ്രസ എന്തോ പറഞ്ഞു. അപ്പോൾ മുദീറുൽ മുഖാത ഹയ്യാക്കുമുല്ലാഹു ബയ്യാക്കും അല്ലേ. നാദറുൽ മദ്രസ പറഞ്ഞതും ഹയ്യാക്കും എന്നായിരിക്കും അല്ലേ. കൈഫൽ ഹാലിയ സയ്യിദി, സാർ എന്തുണ്ട് വിശേഷം. അപ്പോൾ മുദീറുൽ മുഖാത സൈൻ അൽഹംദുലില്ലാ എന്ന് പറയും അല്ലേ. പിന്നെ നാദറുൽ മദ്രസ മിൻ ഫദലിക്കും എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് സൂചിപ്പിക്കുക. അതിൻ്റെ ഒരു മോഡൽ നമുക്കൊന്ന് നോക്കാം. സൈൻ അൽഹംദുലില്ലാ മർഹബൻ യാ സയ്യിദി എന്ന് പറഞ്ഞു. അപ്പോൾ ഹയ്യാക്കുമുല്ലാഹു ബയ്യാ കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ലാ. നാദറുൽ മദ്രസ ലൗ സമഹ്തും പ്ലീസ് നർജു മിൻകും അദ്ദഅം, താങ്കളിൽ നിന്ന് സ്കൂളിന് സപ്പോർട്ട് വേണം. അപ്പോൾ മുദീറുൽ മുഖാത്തബ തബഅൻ ബികുല്ലി സുറൂർ, തീർച്ചയായും. നാദറുൽ മദ്രസ നഹ്നു തശറഫ്ന ബി സിയാറത്തിക്കും, താങ്കളുടെ സന്ദർശനം കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമാണ്. ശുക്രൻ ജസീലൻ അഫ്വാൻ. സിമ്പിൾ അല്ലേ. അടുത്തത് കമലിൽ ഖാന ബിസിയഗിൻ മുനാസിബ, ശരിയായ ഫോമുകൾ വെച്ചിട്ട് പൂരിപ്പിക്കാൻ. അമില, അമിലത്ത്, അമിൽത്ത, അമിൽത്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ദഹബ, ദഹബത്ത്, ദഹബ്ത, ദഹബ്തു. ജലസ, ജലസത്ത്, ജലസ്ത, ജലസ്തു. ലാഹല, ലാഹലത്ത്, ലാഹൽത്ത, ലാഹൽത്തു അല്ലേ. സിമ്പിൾ പരിപാടി, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇഖ്റഉൽ ജുമലൽ ആതിയ വ കമ്മിലിൽ ഫറാഗ ബി സിയഗിൻ അൽ മുഅന്നസ്. ഇവിടെ ഈ ഫറാഗുള്ള സ്ഥലത്ത് സിയഗുൽ മുഅന്നസ്, മുഅന്നസിന്റെ സിയഗ വെച്ച് പൂരിപ്പിക്കണം. അൽ വലതു യക്തുബു ബിൽ കലം, ആൺകുട്ടി പേന കൊണ്ട് എഴുതുന്നു. അപ്പോൾ ബിന്ത് എന്ത് പറയണം? അൽ ബിന്തു തക്തുബു ബിൽ കലം. അൽ വലദാനി യക്തുബാനി ബിൽ കലം, അൽ ബിന്താനി തക്തുബാനി ബിൽ കലം. അൽ ഔലാദു യക്തുബൂന ബിൽ കലം എന്ത് വരും? അൽ ബനാത്തു യക്തുബുന ബിൽ കലം എന്നാണ് വരിക. ഓക്കെ, ഇങ്ങനെയല്ല കണ്ട. അൽ ബനാത്തു യക്തുബുന ബിൽ കലം. അടുത്തത്
ലാഹിലുൽ മുൽസഖ വാജിബ് അനിൽ അസ്ഇലത്ത് താലിയ. ഈ പോസ്റ്റർ നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഹഫ്ലു യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനാഘോഷം ഓഗസ്റ്റ് 15, 2025 ഫിസായത്തുൽ ആഷിറത്തി സബാഹൻ, രാവിലെ. സ്കൂൾ ഖാഅത്തുൽ മദ്രസ സ്കൂൾ ഹാള്, അൽ മദ്രസത്ത് സാനവിയ അൽ ഹുക്കൂമിയ കൊല്ലം എന്താണ് ഗവൺമെൻറ് ഹൈസ്കൂള്. ലൈഫു ഷറഫ് എന്താണ് മുഖ്യ അതിഥി ആരാണ്? മാലി വസീർ തർബിയ, വിദ്യാഭ്യാസ മന്ത്രി. അദ്ദഅവത്തു ആമുൻ, എല്ലാവർക്കും സ്വാഗതം. അയിന യജ്രി ഹഫ്ലത്ത് യൗമുൽ ഇസ്തിഖ്ലാൽ, എവിടെയാണ് യൗമുൽ ഇസ്തിഖ്ലാൽ നടക്കുന്നത്? എവിടെയാണ്? അല്ലെ, അൽ മദ്രസത്തു സാനവിയ എന്ന് എഴുതാം, കൊല്ലം. ഉത്തരം അല്ലെ, ഖാഅത്തുൽ മദ്രസത അൽ മദ്രസ എത്ര എഴുതിയാലും കുഴപ്പമില്ല. മൻ ഹുവ ലൈഫു ഷറഫ്, ആരാണ് മുഖ്യ അതിഥി? മാലി വസീറു തർബിയ ആണ് ഉത്തരം. മത യജ്രി അൽ ഹഫൽ, എപ്പോഴാണ് പരിപാടി നടന്നത്? എപ്പോഴാണ്? ഓഗസ്റ്റ് 15 യൗമുൽ ജുമാ. ഇനി ഇഖ്റ തർജുമത്ത് APJ അബ്ദുൽ കലാം വൻഷ മിൻഹ സലാസത അസ്ഇല ബി ഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാം താലിയ. ഇവിടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, ഈ വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. ഉലിദ APJ അബ്ദുൽ കലാം ഫിൽ 15 ഒക്ടോബർ 1930 സനത്ത് 1930 ഒക്ടോബർ 31 ഒക്ടോബർ 15 1931 ഫി ഖറിയത്ത് രാമേശ്വരത്ത് ജനിച്ചു. അദ്ദേഹം അറിയപ്പെടുന്നത് റജുലു സാറൂഖുൽ ഹിന്ദി എന്നാണ്. അസ്ബഹ അബ്ദുൽ കലാം റഈസ് അലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആരാണ് അദ്ദേഹം? ഇന്ത്യയുടെ പ്രസിഡന്റായി തീർന്നു. അദ്ദേഹത്തിന്റെ രചനകൾ ഏതാണ്? അജ്നിഹത്തു മിനന്നാർ. അദ്ദേഹം 2015 മരണപ്പെട്ടു. ചോദ്യം എന്തുവരും? മൻ APJ അബ്ദുൽ കലാം അല്ലെ, മൻ APJ അബ്ദുൽ കലാം. പിന്നെ വേണമെങ്കിൽ മത്താ ഉലിദ APJ അബ്ദുൽ കലാം. അടുത്തത് ഐന ഉലിദ APJ അബ്ദുൽ കലാം. പിന്നെ ബിമ ഉഷ്തുഹിറ APJ അബ്ദുൽ കലാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ നോക്കൂ, അതിൻ്റെ ഐന ഉലിദ APJ അബ്ദുൽ കലാം, മത്താ ഉലിദ, മൻ ഉലിദ ഫി ഖറിയത്ത് രാമേശ്വരം. ഇവിടെ ബിമുഷ്തുഹിറ, മൻ അസ്ബഹ റഈസ് അൽ ഹിന്ദ്, മത്താ തൂഫി. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ. ഇനി 13ാമത്തെ ഇഖ്തർ മിനൽ ആതിയ തസ്രീഹാത്ത് സ്വഹീഹ അനി ത്വാം, ഫുഡിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ എഴുതാൻ. അത്വാമു ഹഖുൽ ലിൽ ജമീഅ, ഫുഡ് എല്ലാവരുടെയും അവകാശമാണ്. ഇത് പെടും അല്ലേ. പിന്നെ ഇസ്റാഫു ത്വാമി വാജിബുൻ, ഭക്ഷണം വേസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്, പറ്റില്ല. അത്വാമു അസാസു സിഹ, ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്, അത് വേണം. കസ്റത്തു ത്വാമി തുഹ്ലിക്കു സിഹ, അധിക ഭക്ഷണം ആരോഗ്യത്തെ കൊല്ലും, ശരിയാണ് അല്ലേ. കസ്റത്തു ത്വാമി ഹൈറുൽ സിഹ, ആരോഗ്യത്തിന് നല്ലതാണ്, അത് പാടില്ല. അപ്പം 3 ഈ 3 അടുത്ത് എഴുതേണ്ടത്. ഇനിയോ അജിബൻ സലാസ്തി അസ്ഇല, ഇതിൽ താഴെയുള്ളതിൽ 3 ഉത്തരം എഴുതുക. 14 മുതൽ 16 വരെയുള്ളതിന് സഹീൽ അഫ്ആൽ അല്ലത്തി തഖ്തഹ ഹഖുൻ. ഇവിടെ താഴെയുള്ള അടിവരയിട്ട വാക്ക് ഫേലുകൾ ശരിയാക്കാനാണ്. കാലൽ മുദവ്വിൻ അന യഖിഫു അമാമ മത്താർ ഡൽഹി, ഞാൻ എന്താണ് ഡൽഹി എയർപോർട്ടിന് മുമ്പിൽ അന യഖിഫു എന്നല്ല വേണ്ടത്, അന അഖിഫു എന്നാണ് വേണ്ടത്. യാ മാറ്റിയിട്ട് ആ കൊടുക്കണം. കാലത്തിൽ ഉമ്മ പറഞ്ഞു, ലാ തഹ്സൻ യാ ബുനയ്യ, മോനെ നീ വിഷമിക്കേണ്ട, അൻത യഫൂസ് ഫിൽ ഹയാത്സ്, നീ ജീവിതത്തിൽ വിജയിക്കുന്നാണ് പറയേണ്ടത്. അപ്പൊ യഫൂസു അല്ല, നീ എന്ന് പറയാൻ തഫൂസ്, അൻത തഫൂസു എന്നാണ്, തഫൂസു. യാ മാറ്റി താ ആക്കണം. കാല റയീസുൽ ബാദിയ, അവിടെയുള്ള ഗ്രാമത്തലവൻ പറഞ്ഞു, നെഹ്നു യഹ്താജു ഇല ലവാസിമുൽ ഹജ്, ഞങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങൾ, അതായത് ജീവിതോപാധികൾ വേണം, ആവശ്യമുണ്ട്. നെഹ്നു യഹ്താജു എന്നല്ല, നെഹ്നു നഹ്താജു, യാ മാറ്റി നായാക്കണം. കാല ഫൗസാൻ പറഞ്ഞു, ഉമ്മി അൻത യഅമലു എന്നാണ്. ഉമ്മി അൻത യഅമലു എന്നല്ല, അൻത തഅമലീന ബിജിദ്ദിൻ വഇജ്തിഹാദിൻ എന്നാണ്. ഓക്കെ. അപ്പം അത് താഖിഫു, തഫൂസു, തഹ്താജു, തഅമലീന എന്നാണ് വരേണ്ടത്. അടുത്തത് 15 സാറ ഫൗസാൻ സഫീർ അൽ ഹിന്ദ്, ഫൗസാൻ ഇന്ത്യയുടെ അംബാസഡറായി ലതൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ, ഇവിടെ UAE. കത്തബ ഫൗസാൻ മുദക്കിറ യൗമിയ, അവനൊരു എന്ത് എഴുതി? മുദക്കിറ യൗമിയ എന്താണ് മക്കളെ?
അതായത് അവൻ്റെ ഡെയിലി റൂട്ടൈൻ എന്താണ് ഡയറി കുറിപ്പ്. ആയിദൽ മുദക്കിറ ബിസ്തിഖ്ദാമത്തിൻ നിക്കാത്ത്, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് അത് പൂർത്തീകരിക്കണം. യൗമുൽ ഫറഹി വസ്സുറൂർ, എനിക്ക് സന്തോഷമുള്ള ദിവസം. ലാ അൻസ, ഞാൻ മറക്കില്ല. തഹക്കത്തിൽ അഹ്ലാം, സ്വപ്നങ്ങൾ സാധ്യമായി. ദഅമുൽ ഉമ്മയുടെ സപ്പോർട്ട്. എങ്ങനെ എഴുതാം അല്ലേ? ഡേറ്റ് ഒക്കെ കൊടുക്കണം. ഓഗസ്റ്റ് 18. യൗമുൽ ഇസ്നൈൻ അൽ യൗമുൽ ഫറഹു വസ്സുറൂർ, എനിക്ക് സന്തോഷമുണ്ട്. ലാ അൻസ ഹാദിഹിൽ അല്ലഹ്ല, ഈ നിമിഷം ഞാൻ മറക്കില്ല. ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ അബദൻ, ഒരിക്കലും. തഹക്കത്ത് അഹ്ലാമി, ഞാൻ എൻ്റെ സ്വപ്നം സാധ്യമായി. ലി അന്നി സിർത്തു സഫീർ അൽ ഹിന്ദ്, കാരണം ഞാൻ ഇന്ത്യയുടെ ആരായി എന്താണ് അംബാസഡറായി. ലദൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ, UAE. ഇന്ദമാ ദക്കർത്തു ദഅമ എംബി, എൻ്റെ ഉമ്മയുടെ സപ്പോർട്ട് ഓർക്കുമ്പോൾ. ഫി തഫവുക്കി, എൻ്റെ വളർച്ചയിൽ. തബല്ലൽ ത്വൈനായ വലില്ലാഹിൽ ഹംദ്, എൻ്റെ കണ്ണ് നിറഞ്ഞു, അല്ലാഹുവിനാണ് സ്തുതി. ഫൗസാൻ എന്നെഴുതി എന്ത് പൂരിപ്പിക്കണം? നമ്മുടെ ഡയറി പൂരിപ്പിക്കാം. അടുത്തത് 16. ഇക്ര തസ്രീഹാത്ത് പുറത്തിബഹ അത്ത തസീറ ഹിക്കായ. ഇത് ഈ ഓർഡറിൽ, ഇതൊരു ഓർഡറിലാണ്. ഈ ഒരു കഥയാണ് അല്ലേ? ഈ കഥ നിങ്ങൾ ഓർഡറിലാക്കണം. റജഅ ഇലൽ മൻസിലി വലബിസ മഅതഫൻ ജദീദൻ വതവജ്ജഹ ഇലൽ ഖസ്ർ. അവൻ വീട്ടിലേക്ക് മടങ്ങി. എന്താണ് മഅതഫ് എന്താണ്? കോട്ട് ധരിച്ചു, എന്നിട്ട് വീണ്ടും കൊട്ടാരത്തേക്ക് പോയി. ഇത് ജുഹയുടെ കഥയാണ് അല്ലേ? ഔഖഫഹുൽ ബവ്വാബു വമനഅഹു മിനദ് ദുഖൂൽ. ആരെ നിർത്തി? ബവ്വാബ് അവനെ നിർത്തി, അവിടെ പ്രവേശിക്കേണ്ടെന്ന് പറഞ്ഞു. അവൻ വലീമയ്ക്ക് പോയി. എന്ത് വസ്ത്രം ഇട്ടിട്ട്? മോശം വസ്ത്രം ഇട്ടിട്ട്. ഇസ്തഖ്ബലൽ ഹാരിസു, വാച്ച്മാൻ അയാളെ കണ്ടുമുട്ടി. ദുഇയ ജുഹ ഇല ഖസ്ര ഖനിയൻ ലി വലീമ, എന്താണ്? ജുഹയെ ഒരു പണക്കാരൻ്റെ സദ്യക്ക് ക്ഷണിച്ചു. ഇതാണ് ആയത്ത് വരിക അല്ലേ? മലാ ജൈബഹു ബി അൻവാഇ തആം, ഭക്ഷണം, വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് കീശയിൽ നിറച്ചു. റദ്ദ ജുഹ പറഞ്ഞു, അൽ മഅതഫു ഹുവൽ ലൈഫു വലസ്തു അന, എന്താണ്? കോട്ടാണ് യഥാർത്ഥ അതിഥി, ഞാനല്ല. ഗലിബൽ ഖനിയ്യു ബി മുആമലതിഹി, ഖനിയിന് അവൻ്റെ സ്വഭാവം കണ്ടിട്ട്, അവൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ദേഷ്യം വന്നു. അപ്പോൾ ഇത് ആ ഓർഡറിലല്ല ഉള്ളത്. എങ്ങനെ എഴുതാം നമുക്ക് ഓർഡർ? ആദ്യം കസറിലേക്ക് ക്ഷണിച്ചു, പിന്നെ മോശം വസ്ത്രം ഇട്ട് പോയി, അവിടെ വെച്ചിട്ട് അയാൾ നിർത്തി, പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി പുതിയത് ഇട്ടു. അപ്പോൾ വീണ്ടും അയാളെ കണ്ടുമുട്ടി. ഭക്ഷണം മൊത്തം, വിവിധ ഭക്ഷണപദാർത്ഥങ്ങൾ എവിടെ നിറച്ചു? കീശയിൽ നിറച്ചു. അത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അങ്ങനെ ജുഹ പറഞ്ഞത് മേത്തഫ്, അതായത് മേത്തഫാണ് ലൈഫ്, എന്താണ്? കോട്ടാണ് യഥാർത്ഥ അതിഥി, ഞാനല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഓർഡറിൽ എഴുതണം. അടുത്ത 16. ഇഖ്റ മുഖദ്ദിമത്ത് തഖ്ദീർ ലി മുദവ്വിന ഖനാത്ത് റിഹില. ഖനാത്ത് റിഹില എന്നതിൻ്റെ, റിഹില ചാനലിൻ്റെ മുദവ്വിൻ ആരാണ്? വ്ളോഗർ. അയാളുടെ റിപ്പോർട്ടിൻ്റെ ആമുഖമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വായിദ് മുഖദ്ദിമത്ത് നുഖറ ബി മുസായിദ് നിക്കാത്ത് താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് വേറെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ. മസാ അൽ ഖൈർ അഹ്ലൻ വസഹ്ലൻ ബിക്കും ഇലാ ഹഫ്ലത്തിൻ ജദീദ മിൻ ഖനാത്ത് റിഹില. റിഹില ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അൽ ആൻ അന അഖിഫു അമാമ മതാറി ബുസാസോ അദ്ദുബലി. ഞാനിപ്പോൾ നിൽക്കുന്നത് ബുസാസോ എയർപോർട്ടിൻ്റെ അടുത്താണ്, മുമ്പിലാണ്. ഓ മാന മുർഷിദിന ഡാവിഡ്, ഞങ്ങളുടെ കൂടെ ഡേവിഡ് ഉണ്ട്. ഇപ്പോൾ ഇസ്മുൽ ഖനാത്ത് എന്താക്കണം? നെജ്മാക്കണം. ഇപ്പോൾ റിഹിലയുടെ സ്ഥാനത്ത് നെജ്മെന്ന് വരും. മെക്കാൻ എന്ത് വേണം? കശ്മീർ എന്നാക്കണം. അപ്പോൾ എന്താണ്? അമാമി മതാരി കശ്മീർ എന്ന് വേണ്ടി പറയേണ്ടി വരും. വക്ത് സബാഹൻ എന്ന് പറയാം? മസാൽ ഖൈറല്ല, സബാഹൽ ഖൈറാവും. ഇസ്മുൽ മുർഷിദ് ഡേവിഡിന് പകരം അദ്നാൻ എന്നാക്കണം. അപ്പം നമുക്കത് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? സബാഹൽ ഖൈർ അഹ്ലൻ വസഹ്ലൻ ബിക്കും ജമീഅൻ ഇലാ ഹൽഖത്തിൻ ജദീദ മിൻ ഖനാത്തി നജാൽ ആന ഖിഫു അമാമ മതാരി കശ്മീർ അദ്ദുബലി വമാന മുർഷിദുന അദ്നാൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയും. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.